സോ കുട്ടികളെ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12-ൽ ചോദ്യം വന്നിരിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സിലെ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എ ഗിവിംഗ് പ്രോഡക്ട്സ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് തന്നിട്ടുണ്ട്. സോ സ്പെസിഫിക്കലി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ആണ് നമ്മുടെ ടോപ്പിക്. 3 sets of experiments were performed for a reaction under similar experimental condition. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ R ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റൈസ് ടു 1 ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ വരിക. ഇതിൽ 100 ml 10 മോളാർ സൊല്യൂഷൻ ഓഫ് റിയാക്റ്റൻ്റ് എടുത്തു. രണ്ടാമത്തെ ടെസ്റ്റിൽ നമ്മൾ 200 ml 10 മോളാർ സൊല്യൂഷൻ എടുത്തു. മൂന്നാമത്തെ ടെസ്റ്റിൽ 100 ml 10 മോളാർ സൊല്യൂഷൻ്റെ കൂടെ 100 ml വെള്ളം ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഇവിടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഇവിടെ ഡൈല്യൂഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. ഇവിടെ രണ്ടും 10 മോളാറാണ്. പക്ഷേ അതിൻ്റെ വോളിയം രണ്ടും 100 ml 200 ml, അതിൽ വ്യത്യാസമില്ല. കോൺസെൻട്രേഷൻ റിമീൻസ് ദ സെയിം. അപ്പോൾ കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ അവരുടെ റേറ്റ് എന്താവണം, റേറ്റ് സെയിം ആയിരിക്കണം. അപ്പം R1 ഷുഡ് ബി ഈക്വൽ ടു R3. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻ കുറയുന്നതിനനുസരിച്ച് റേറ്റ് എന്താവും, റേറ്റ് കുറയും. അപ്പോൾ R3യുടെ റേറ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. R3യുടെ റേറ്റ് കുറവായിരിക്കും. R1 ഈക്വൽ ടു R2 ആയിരിക്കും. ഓക്കെ, R1 ഈക്വൽ ടു R2 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ R3. അങ്ങനെ ഒരു ആൻസർ ആണ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ.